വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനെ വീണ്ടും ജയിലിലേക്ക് മാറ്റി. പ്രതിയെ വിവിധയിടങ്ങളിലെത്തിച്ച് പോലീസ് തെളിവെടുത്തു. പ്രതിക്കായി അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകും. അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ മാതാവ് ഷെമി ആശുപത്രിയെ വിട്ടു. രണ്ട് ദിവസം മുമ്പാണ് അഫാനെ കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. അഫാൻ കൊലപ്പെടുത്തിയ പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫിന്റെയും ഭാര്യ സജിത ബീവിയുടെയും ചുള്ളാളം എസൻപുരത്തുള്ള വീട്ടിലാണ് തെളിവെടുപ്പിനായി ആദ്യം എത്തിച്ചത്. വീടിനടുത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും ലത്തീഫിന്റെ മൊബൈൽ ഫോണും കാറിന്റെ താക്കോലും പോലീസ് കണ്ടെടുത്തിരുന്നു. മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുമായി 1 മണിക്കൂറോളം നീണ്ട തിരച്ചിലിലാണ് കരിയിലകൾക്കിടയിൽ നിന്നും ഫോണും താക്കോലും കണ്ടെത്തിയത്. കൊലയ്ക്ക് ശേഷവും ലത്തീഫിനോടുള്ള കലി തീരാത്തതുകൊണ്ടാണ് താക്കോലും ഫോണും എടുത്തെറിഞ്ഞതെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞിരുന്നു. പേരുമലയിലുള്ള അഫാന്റെ വീട്, എലിവിഷം വാങ്ങിയ നാഗരുകുഴിയിലുള്ള സ്റ്റേഷനറി കട, കൊലയ്ക്കുപയോഗിച്ച ചുറ്റിക വാങ്ങിയ വെഞ്ഞാറമൂട്ടിലെ ഹാർഡ്വെയർ കട, ചുറ്റിക ഒളിപ്പിക്കാൻ ബാഗ് വാങ്ങിയ കട എന്നിവിടങ്ങളിലും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ്. വൈകിട്ടോടെ തിരികെ കോടതിയിൽ ഹാജരാക്കിയ അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. സഹോദരൻ അഫ്സാൻ, സുഹൃത്ത് ഫർസാന എന്നിവരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിനായി പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് വീണ്ടും കോടതിയിൽ അപേക്ഷ നൽകും. അഫാന്റെ വധശ്രമത്തിനിടയിൽ പരിക്കുകളോട് രക്ഷപ്പെട്ട മാതാവ് ഷെമി 17 ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രി വിട്ടു. 24 തിരുവനന്തപുരം.